Hello, welcome to market discussion of the day. Today, 28th of February 2025. Friday ആണ് വീക്കെൻഡ് ആണ് മന്ത് ആണ്. സോ വീക്കെൻഡിലെ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ അടുത്ത ഫോറക്സ് ട്രേഡിംഗ് ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് ഈ വരുന്ന തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. രാത്രി 7:30 മണിക്കും 10 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടായിരിക്കും നമ്മുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്നലെ നമ്മൾ GDP ഡേ ആയിരുന്നു പറഞ്ഞു. അപ്പോൾ GDP ഡേയിൽ കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് നമുക്ക് മാർക്കറ്റിൽ വലുതായിട്ട് ഇപ്പോൾ GDP ഡേ ഇന്നലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായൊരു വ്യത്യാസം പ്രീവിയസും എന്താ പറയുക ഫോർകാസ്റ്റും അല്ലെങ്കിൽ ഇന്നലെ വന്ന ന്യൂസുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ലാത്തൊരു ഒരു 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 ഡേറ്റയാണ് ആക്ച്വലി GDPയിൽ വന്നിട്ടുണ്ടായത്. പക്ഷേ എന്നിട്ട് പോലും ഗോൾഡിലൊക്കെ ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ വലിയൊരു മാറ്റമാണ് ഗോൾഡിൽ. ഒറ്റയടിക്കാണ് ഗോൾഡൊക്കെ താഴോട്ട് പോയത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ പറയുന്ന GDP ഡേ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നത്. അപ്പോൾ ഇന്നലത്തെ ന്യൂസ് ഞാൻ എടുത്ത് കഴിഞ്ഞാൽ ഇന്ന് ഫ്രൈഡേ, അപ്പോൾ ഇന്നലത്തെ ന്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1:30 GDP അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലും ഫോർകാസ്റ്റും പ്രീവിയസും തമ്മിൽ ഒരു വ്യത്യാസമില്ല, 2.3% തന്നെയാണ്. സോ നേരെ നമ്മളുടെ ചാർട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം JPY ആണെങ്കിൽ ഒറ്റയടിക്ക് താഴെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഗോൾഡ് ആണെങ്കിൽ ഒറ്റയടിക്ക് 2915 ഒറ്റയടിക്ക് താഴെ പോയി 2960 വരെ ഇന്നലെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 47 നിൽക്കുന്നു. അപ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് കൊണ്ടുവരുന്നത് കൊണ്ടിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ GDP ഡേയിലൊക്കെ മാറി നിൽക്കണം എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകിച്ച് കലണ്ടർ ബേസ് ചെയ്തിട്ട് ഫണ്ടമെൻ്റൽസ് ഒന്നും തന്നെ ഇല്ലെങ്കിലും ഒരുപാട് പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഒരുപാട് ന്യൂസുകൾ വരാൻ കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ള കാര്യം, ഇന്നലെ എന്താ പറയുക നമ്മുടെ US പ്രസിഡൻറ്റും UK പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ചൊരു UK എന്താ പറയുക താഴ്ത്തുന്ന ഒരു രീതിയിലും ഉള്ള ഒരു കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപിനെ ഡയറക്റ്റ്ലി UK എന്താ പറയുക കിങ് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ, ഒരു ഇൻവിറ്റേഷൻ ലെറ്ററും കൂടെ കൊടുത്താണ് വിട്ടത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു US പ്രസിഡൻറ്റിനെ UK കിങ് ഡയറക്റ്റ്ലി എന്താ പറയുക ഒരു ഇൻവിറ്റേഷനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് UKയും US തമ്മിലുള്ള ഒരു ബന്ധത്തിനെ കുറച്ചും കൂടെ ദൃഢമാക്കുകയും അതേപോലെ തന്നെ GBP കുറച്ചുകൂടെ മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റിയും നമുക്ക് ഉറപ്പായിട്ടും GBP അപ് ട്രെൻഡ് തന്നെയാണ്. എന്നിരുന്നാലും കുറച്ചും കൂടെ മുകളിലോട്ട് പോകാനുള്ള ഒരു സൂചനയാണ് അത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ അത് മാത്രമല്ല, ഇന്ന് ഉക്രൈനും US തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ് മിക്കവാറും ആ എഗ്രിമെൻറ്റിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർ എൻഡ് ആവുന്ന എഗ്രിമെൻ്റ് ആയിരിക്കാം. ആ എഗ്രിമെൻറ്റിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ന്യൂസ് ഇന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, അതായത് UK ഉച്ചയ്ക്ക് ശേഷം, അതായത് US രാവിലെ, നമുക്കൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും, നമുക്കൊരു ഇന്ത്യയിലാണെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ എന്താണ് അവിടുന്ന് വന്നിട്ടുള്ളതെന്നുള്ളൊരു കാര്യം വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അങ്ങനെ വന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്നെങ്കിൽ ഒരു എഗ്രിമെൻറ്റിലോട്ട് വരും. ആ എഗ്രിമെൻറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നോർമൽ മാർക്കറ്റ് കണ്ടീഷൻ ആയിരിക്കും. സോ ഇപ്പം US പറയുന്ന എന്തെങ്കിലും എഗ്രിമെൻറ്റ് യുക്രൈന് അനുസരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഗോൾഡ് ഭയങ്കരമായിട്ട് മുകളിലോട്ട് പോകാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതൊരു 2900 നിൽക്കത്തില്ല, 2930 നിൽക്കത്തില്ല, 2980 പോലും നിൽക്കാതെ മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ടിട്ട് തന്നെ ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിന്നിട്ട് തിങ്കളാഴ്ച ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത്. ഗോൾഡിലാണെങ്കിലും
ബാക്കി JPYയിലൊക്കെ ആണെങ്കിലും എനിക്ക് പറയാനായിട്ടുള്ളത്. സോ ഇതാണ് എനിക്ക് ടെക്നിക്കൽ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് പൊളിറ്റിക്കലായിട്ട് എനിക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. സോ നമ്മൾ വീക്കെൻഡ് ആയതുകൊണ്ടിട്ട് തന്നെ അടുത്ത ആഴ്ചത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, നെക്സ്റ്റ് വീക്കിലെ ന്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, തിങ്കളാഴ്ച നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല. പക്ഷേ നമുക്ക് ISM മാനുഫാക്ചറിങ് PMI വരുന്നുണ്ട്. ആ സമയത്തൊരു വോളറ്റാലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് തിങ്കളാഴ്ചത്തെ കാര്യം. ചൊവ്വാഴ്ച നമുക്ക് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നുമില്ല. സോ വെനസ്ഡേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വെനസ്ഡേ നമുക്ക് ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ട്, ISM നോൺ മാനുഫാക്ചറിങ് PMI ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ന്യൂസാണ്. അതേപോലെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. വ്യാഴാഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള EU ലീഡേഴ്സ് സബ്മിറ്റ് ഉണ്ട്, യൂറോപ്യൻ ലീഡേഴ്സ് സബ്മിറ്റ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഉറപ്പായിട്ടും യൂറോയിനെയൊക്കെ വളരെ വലിയ രീതിയിൽ തന്നെ അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം മനസ്സിൽ വെക്കുക വ്യാഴാഴ്ച. അതുകൊണ്ട് വ്യാഴാഴ്ച യൂറോയിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. സോ വെള്ളിയാഴ്ചയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ ഫാം പേറോൾ. നമ്മൾ എപ്പോഴും പറയാറുള്ളത് നോൺ ഫാം പേറോളുടെ മാറി നിൽക്കണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ നോൺ ഫാം പേറോൾ വരുന്നത് അടുത്ത വെള്ളിയാഴ്ചയാണ്. ആ ദിവസം നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാം. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ JPYയിലോട്ട് വരുമ്പോൾ, JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്ത് 150.756 ഓക്കെ, സോ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 150 കിട്ടിക്കഴിഞ്ഞാൽ സെല്ല് ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെല്ല് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും 149 വരെയുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, സോ അതിനുശേഷം ഇന്ന് രാവിലെയാണ് മാർക്കറ്റ് പിന്നെ മുകളിലോട്ട് പോവുകയും 150 ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോവുകയും ചെയ്തത്. സോ എന്താ പറയുക, നമുക്ക് തിങ്കളാഴ്ച രാവിലെ 150 മുകളിലാണെങ്കിൽ നമുക്ക് ബൈ സൈഡിലോട്ടും നിൽക്കാം, 150 താഴെയാണെങ്കിൽ നമുക്ക് സെൽ സൈഡിലോട്ടും JPY നിൽക്കാം എന്നുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ നേരെ യൂറോയിലോട്ട് നോക്കുമ്പോൾ, യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത് 1.0419 നല്ലൊരു ബൈ പോയിൻ്റ് ഉള്ളൊരു സമയമാണിപ്പം 1.0400 എന്ന് പറയുന്നത്. കാരണം ഉക്രൈൻ റഷ്യ വാർ അവസാനിക്കുന്ന എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റ് US ഉക്രൈൻ ആ ഒരു ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും യൂറോ ഭയങ്കര ലെവലിൽ മുകളിലോട്ട് പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുമാത്രമല്ല, യൂറോ ഇപ്പം നിൽക്കുന്നത് കറൻ്റ്ലി ഇപ്പം 1.0400 എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് വളരെ ഒരു ലോ പ്രൈസാണ്. യൂറോയുടെ ഒരു ആവറേജ് പ്രൈസ് പോലും 1.2500 ആ ഒരു റേഞ്ചാണ്. അപ്പോൾ അടുത്തൊരു വർഷം കൊണ്ട് 1.2500 വരെ പോയാൽ പോലും ഒരു 1 ലോട്ട് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് $20,000 ആണ് പ്രോഫിറ്റ് വരുന്നത്. ലോങ്ങർ ടേമിലോട്ട് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഇവിടുന്ന് നല്ല ക്വാണ്ടിറ്റി ബൈ എടുത്ത് മുന്നോട്ട് പോവാം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. കാരണം ഇന്ന് എന്തെങ്കിലും ഒരു ന്യൂസ്, മിക്കവാറും ഇന്ന് എന്താ പറയുക, റഷ്യ ഉക്രൈൻ വാർ അവസാനിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റ് ഇന്ന് ന്യൂസായിട്ട് വന്നു കഴിഞ്ഞാൽ യൂറോ പറക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഒരു പോയിന്റിൽ നമുക്ക് നല്ല രീതിയിൽ ബൈ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. നേരെ നമ്മൾ GBPയിലോട്ട് നോക്കുകയാണെങ്കിൽ, GBP ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത് 1.2600 ആണ്. ഇപ്പം പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, കാരണം മിക്ക ക്യാൻഡിൽസും ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് 1.26ൻ്റെ താഴെയായിട്ടാണ്. ഓക്കെ, സോ മാർക്കറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് തിങ്കളാഴ്ച നമുക്ക് 1.26ൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് വന്നതിന് ശേഷം 1.2500 കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ളത്. അത് മാത്രമല്ല, 1.25 ലോങ്ങർ ടേമിലോട്ട് ബൈ ചെയ്യണം എന്നുള്ള ആൾക്കാർക്കും ഉറപ്പായിട്ടും ബൈ ചെയ്ത് മുന്നോട്ട് പോകണം. ഉറപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം. 1.2450 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് നോക്കാൻ നേരത്ത് ഗോൾഡ് ഭയങ്കരമായ കൺഫ്യൂസിങ് സ്റ്റേജിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇപ്പോൾ ഒരു ഡിസിഷനും എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഓക്കെ, തിങ്കളാഴ്ച നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് 2880 മുകളിലായിട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ ചെയ്യാം. 2870 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, 2900 മുകളിലായിട്ടാണെങ്കിൽ അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 2930 മുകളിലായിട്ടാണെങ്കിൽ അവിടുന്ന് ഉറപ്പായിട്ട് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ളത്. നേരെ മറിച്ച് 2860-ൻ്റെയും 2880-ൻ്റെയും ഇടയിലാണ് മാർക്കറ്റ് എങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കാതെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റിനെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്നൊന്നും ചെയ്യണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ
സപ്പോസ് എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് ഇന്ന് എഗ്രിമെൻ്റ് ഉണ്ടായില്ല, റഷ്യ ഉക്രൈൻ വാറിനകത്ത് ആ ഒരു എഗ്രിമെൻ്റ് നടന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും ഗോൾഡ് ഫ്ലൈ ചെയ്ത് മുകളിലോട്ട് പോകാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും തുറന്നു കിടക്കുന്നത് കൊണ്ടിട്ട് ഇന്ന് ഒരു തീരുമാനം എടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ നേരെ മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ 2830 നല്ലൊരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. 30-ൻ്റെ താഴോട്ട് പോകണമെങ്കിൽ മാർക്കറ്റിനെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് തിങ്കളാഴ്ച രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7 മണിക്ക് ശേഷം നമുക്കൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോഴത്തേക്ക് മാർക്കറ്റ് ഡിസ്കഷനിൽ നമുക്ക് ഉറപ്പായിട്ടും അതിനെപ്പറ്റി ഡിസ്കസും ചെയ്യാം. ഓക്കെ, സോ ഇതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വാറിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ ഉറപ്പായിട്ടും ഞാൻ ഞായറാഴ്ച നമുക്കൊരു ഒരു സ്പെഷ്യലായിട്ടൊരു മാർക്കറ്റ് ഡിസ്കഷൻ വെക്കുകയും ഞാൻ അതിൻ്റെ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരുന്നതും ചെയ്യും. ഓക്കെ, സോ എന്തായാലും മാർക്കറ്റ് ഡിസ്കഷന് തീരുന്നതിന് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് അടുത്ത തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. മാർക്കറ്റ് ഡിസ്കഷൻ ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാരും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് എൻ്റെ നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ സൺഡേയോ അല്ലെങ്കിൽ മൺഡേയോ നമുക്ക് കാണാം. ഗുഡ് ബൈ.